ചെങ്ങന്നൂരിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ കരകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട്. ചെങ്ങന്നൂർ നഗരസഭ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഭാഗങ്ങളിൽ ഉച്ചഭാഷണിയിൽ കൂടി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കനത്ത മഴയിൽ പമ്പ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ചെങ്ങന്നൂരിൽ അതീവ ജാഗ്രത തുടരുകയാണ്. 2018 പ്രളയത്തിന് സമാനമായി റാന്നി മുങ്ങിയതോടെ ചെങ്ങന്നൂരും ആശങ്ക പടരുകയായിരുന്നു. ചെങ്ങന്നൂർ നഗരസഭയിലെ പുത്തൻകാവ്, കോലാമുക്കം, കൂടാകുളം, ശാസ്താംപുറം കണ്ടം, എക്സൈസ് കടവ്, കുറ്റിച്ചിറക്കടവ് എന്നിവിടങ്ങളിലും പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ നാക്കടയിലും പുത്തൻകാവിന് സമീപം നീർവളാകത്തും വെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ പുത്തൻതോട് പാലത്തിന് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പുത്തൻകാവ് വാർഡിൽ 4 വീടുകളുടെ മുറ്റത്തും കുറ്റിച്ചിറക്കടവിൽ 6 വീടുകൾക്കുള്ളിലും വെള്ളം കയറിയെന്ന് വാർഡ് കൗൺസിലർമാരായ കെ ശിബുരാജൻ, ഗോപു പുത്തൻമഠത്തിൽ എന്നിവർ പറഞ്ഞു. MK റോഡിൽ പുത്തൻകാവിനും ഐക്കാട് പാലത്തിനുമിടയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വെൺമണി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ചിങ്ങംകൂട്ടത്തിൽ കുഞ്ഞുകുട്ടിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. വീട്ടുകാർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സജി ചെറിയാൻ MLA പങ്കെടുത്ത യോഗത്തിൽ സ്ഥിതി അവലോകനം ചെയ്തു. ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയുടെ 12-അംഗ സംഘത്തെ ചെങ്ങന്നൂരിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ അഗ്നിരക്ഷാസേനയുടെ ബോട്ടിന്റെ സേവനം ലഭിച്ചില്ല എന്ന് ജനപ്രതിനിധികൾ പറയുന്നു. അഗ്നിരക്ഷാസേനയുടെ ബോട്ട് റാന്നിയിലേക്ക് കൊണ്ടുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കോലാമുക്കത്ത് റിസോർട്ടിൽ കുടുങ്ങിയ ആളെ സ്ട്രെച്ചറിലാണ് പുറത്തെത്തിച്ചത്. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.